കോൺഗ്രസ് നേതൃത്വം പ്രവർത്തകരുടെ ഈ നിലവിളി കേൾക്കുന്നില്ലേ? മിഷൻ 250യുടെ 23-ാം ദിവസമായ ഇന്ന് മലപ്പുറം കോട്ടക്കൽ സ്വദേശിയും അടിയുറച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനുമായ മുഹമ്മദ് അലിയുടെ പ്രതികരണം കേൾക്കുക. മലപ്പുറം കോട്ടക്കല, പേര് മുഹമ്മദ് അലി. ഞാൻ കേക്കച്ചന്റെ എന്തായി നമ്മുടെ രാഹുലിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. കേക്കച്ചൻ ഇപ്പോഴും എന്റെ നിലപാടാ വലുതെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. എന്താണ് സാറേ നാറിത്തരം ചെയ്യുന്ന ആളോട് എന്താണ് നമ്മൾ ചെയ്യുക സാറേ? എനിക്ക് 65 വയസ്സായി. ഞാനാണ് ഈ പറയുന്നത്. ഞാൻ ഒറിജിനൽ കോൺഗ്രസ്സുകാരനാണ്. നമ്മളിത് കണ്ടിട്ട് അന്തം വിട്ടിട്ട് നിൽക്കുകയാണ്. വീട്ടുകാരൊക്കെ ചോദിക്കുകയാണ് എന്താണ് ഈ സതീശന് പറ്റിയത്. ഞാൻ പറഞ്ഞു കേക്കച്ചൻ ആ പെണ്ണിനെ കൊണ്ട് നടന്നിട്ടുള്ള പരിപാടിയാണിത്. നാറിത്തരം ചെയ്യാന്നല്ലാതെ എന്താണ് സാറേ ഇതിനൊക്കെ പറയാം നമ്മള്? ഇവനെ പ്രതിപക്ഷ നേതാവായിട്ട് മുന്നിൽ നിർത്തി ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അഭിമുഖീകരിച്ചാൽ കോൺഗ്രസിന് എന്ത് സംഭവിക്കും? സാറിപ്പോ എറണാകുളത്ത് അവന്റെ കീഴില് പിന്നെ അവിടെ ഇപ്പൊ നിൽക്കുന്നില്ലേ കോർപ്പറേഷനില്, അത് ജയിക്കുന്നു സാറിന് തോന്നുന്നുണ്ടോ? എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? അവിടെ തോറ്റു പോകും സാറേ. എന്താണ് ചെയ്യുന്നത്? അവൻ ആളെ നിർത്തി മുന്നിക്ക് ആരെ സാറേ ചെയ്യുക? അവന്റെ മണ്ഡലത്തിൽ തോൽക്കൂല സാറേ. ഈ 2026 പറവൂരുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക് മലപ്പുറത്ത്. എനിക്ക് പിന്നെ അവിടെ ഉള്ളവര് അവര് പറയണേ അവൻ നിന്ന് കഴിഞ്ഞാൽ തോറ്റ് പമ്പ കിടക്കുവാൻ. ഈ രാഹുലിനെതിരെ പെൺകണി ഒരുക്കിയിട്ട് ഇപ്പം നാശനഷ്ടം ഉണ്ടായത് കേക്കച്ചനാണോ രാഹുലിനാണോ? കേക്കച്ചനല്ലേ. ഇപ്പൊ മുഖ്യമന്ത്രി അടിയിൽ പോയില്ലേ, അവര് ശബരിമല അത് ഇതൊക്കെ പറഞ്ഞ് ഇപ്പൊ ആകെ തുമ്പില്ലാതായില്ലേ സാറേ. ദേവസ്വം ബോർഡ് മുഴുവൻ നാറിച്ചില്ലേ ഇവര്. ദേവസ്വം ബോർഡ് ആരാ? ഗവൺമെന്റല്ലേ. ഇവര് എന്താണ് സാറേ ചെയ്യണത്? അവര് പോയി കിടക്കുന്നോടത്ത് ഈ കേക്കത്തിന് എന്തിനാണ് നിൽക്കുന്നത്? ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് കനകോല് ഇറങ്ങിയിരിക്കണേ. കനകോല് എന്തിനു വന്നാണ് സാറേ? ഈ കേക്കച്ചനൊക്കെ ഇവിടെ തെണ്ടിത്തരം കാണിച്ചിട്ട് കനകോല് വന്നാൽ കരകയറ്റുമോ കോൺഗ്രസിനെ? സാറ് കനകൂലി ഇപ്പം പറയുന്നത് കേൾക്കാൻ വന്ന കർണാടകത്തിൽ നിന്ന് നമുക്ക് വരേണ്ട വല്ല ആവശ്യമുണ്ട് കേരളത്തിൽ? ഇത്രയും കാലം കനകൂലി വന്നിട്ടാണ് കേരളത്തിൽ നമ്മൾ പിടിച്ചിരുന്നത്. പാവപ്പെട്ട ഉമ്മൻചാണ്ടി പിന്നെ ഇവരെല്ലാവരും ഇവിടെ പെണ്ണ് കേസിൽ കൊടുക്കുക. അതേപോലെ ഈ രാവിലെ 10, 38, 40 ദിവസം അവൻ്റെ വീട്ടിലിരുത്തിയില്ലേ നാറി. എന്താണ് സാറേ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഇപ്പം പറയുന്നത് കേൾക്കുക. ഇവൻ്റെ അടുത്ത് എന്താ കാശ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ? സാറ് കാശ് എല്ലാ നേതാക്കന്മാരുടെ കയ്യിലുണ്ട് സാറേ. ഇവൻ്റെ അടുത്ത് മാത്രമല്ലല്ലോ, ഈ കേക്കച്ചൻ്റെ അടുത്ത് മാത്രമാണ്. നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ എന്തെങ്കിലും വില ഈ കേക്കച്ചന് കൊടുക്കുന്നുണ്ടോ? ഞാൻ ഒരു വിലയും കൊടുക്കുന്നില്ല സാറേ. പുല്ല് വില കൊടുക്കുന്നില്ല. പിന്നെ ഇവിടെ ചെറുപ്പക്കാരില്ലേ, ഇപ്പൊ ശബരിനാഥ തിരുവനന്തപുരത്ത് നിൽക്കണേ, അവൻ ജയിച്ചു വരും. സാറ് നോക്കിക്കോ, ഞാൻ അന്ന് വിളിക്കണ്ട്. എന്റെ നമ്പർ സാറിന് ഇപ്പൊ നോക്കിയാൽ അറിയാം. ജയിക്കും, അവൻ ജയിക്കും. പാലക്കാട് ഇപ്പൊ നിൽക്കണ്ട, ആര് മാങ്കൂട്ടം അവിടെ പോയി നിൽക്കണ്ട. അവിടെ വെറുതെ ഇവിടെ അവന്റെ നാട്ടിൽ നിന്നാൽ മതി, അവിടെ ജയിക്കും. രാഹുൽ ഈ കേരളത്തിലുള്ള ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിച്ചു വരാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ രാഹുൽ? സാറ് മലപ്പുറത്ത് വന്ന കണ്ണും ചെമ്പ് രാഹുൽ ജയിച്ചു. മലപ്പുറത്ത് എവിടെ വന്നാലും, മലപ്പുറം ജില്ലയിൽ എവിടെ വന്നാലും, പാലക്കാട്, കണ്ണൂർ, തലശ്ശേരി, വടകര, എവിടെ കോഴിക്കോട് എവിടെ പോയാലും രാഹുൽ ജയിക്കും. ഈ കേക്കച്ചനോ? കേക്കച്ചൻ എവിടെ പോയാലും തോറ്റ് പമ്പടക്കും. പിള്ളേരെ കൊണ്ടിടക്കണ്ട സാറ്. കേക്കച്ചൻ മര്യാദക്ക് കൊണ്ടെടുക്കണ്ടേ? മര്യാദക്ക് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അൻവർ നിലമ്പൂർ നിന്ന സമയത്ത് പിന്നെ അവിടെ നമ്മൾ തോൽക്കേണ്ടതല്ലേ? ഈ പിള്ളേർ കാരണമല്ലേ അവിടെ ജയിച്ചത്. ഇവൻ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഇവൻ കാരണമാണ് ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ജയിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ നടക്കുന്നത്. സാറേ ഇവൻ എവിടെങ്കിലും വോട്ട് ചോദിക്കാൻ പോയോ? സാർ കണ്ടിരുന്നില്ലേ? എവിടെങ്കിലും പോയോ? ഇപ്പൊ TV തുറക്കണ്ട, കയ്യിലുള്ള മൊബൈൽ തുറന്നാൽ ഏത് ഉപതെരഞ്ഞെടുപ്പ് ആരാണ് പോണ് ഓടി എവിടെല്ലാം പോയി. അച്ചുമ്മൻ ആ പെണ്ണും വന്നു, ചാണ്ടി ഉമ്മൻ, സാപ്പി, പിന്നെ ലീഗിന്റെ ഫിറോസ്, ഇവരെല്ലാരും കൂടെ നടന്നിട്ടല്ലേ സാറേ ഇത് മൊത്തം പിടിച്ചെടുത്തത്. കേക്കച്ചനാണ് ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത് വിജയത്തിന്റെ. അത് എല്ലാത്തിന്റെ അവ ഏറ്റെടുത്ത് നടന്നോട്ടെ. ഈ പയ്യൻ എന്തിനാണ് മോശക്കാരനാക്കിയത്? മിനിഞ്ഞാന്ന് നിയമസഭ നടത്തിയപ്പോൾ അവൻ കുറച്ച് വർത്താനം പറഞ്ഞു. സ്പീക്കർ ഓടി ഒളിച്ചു. സാർ കണ്ടോ? ഇവനെ കൊണ്ട് കഴിയും സാറേ. ഇവൻ എന്തെങ്കിലും പറയണ്ടേ? ഇവൻ പിണറായിന്റെ വാലാട്ടിയായിട്ട് നടക്കല്ലേ? ഇവൻ ശരിക്കും പിണറായിയുടെ ഒരു വാലാട്ടിയാണോ ഈ കേക്കച്ചൻ? ഉറപ്പായിട്ടും സാറേ, ഉറപ്പ് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇനി പന്നനെ എന്തിനാ പിന്നെ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത്? ഈ കോൺഗ്രസ്സുകാർക്ക് ഇത്ര നട്ടലില്ല. ഇവന്മാർക്ക് ഇതൊന്നും കണ്ടാൽ മനസ്സിലാകത്തില്ല. ഇവന്മാർ ഇത്ര കിഴങ്ങന്മാരാണോ? ഇവൻ പിണറായിയുടെ ചെരുപ്പ് നക്കിയാന്ന് ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? സാറേ എന്താണ് ഇവനോട് എന്താണ് സാറേ പറഞ്ഞിട്ട്? ഇവരോട് എന്താ പറഞ്ഞിട്ട് കാര്യം? ഈ രാഹുലിനെ ഇവരെല്ലാരും കൂടെ അങ്ങോട്ട് കൊടുത്ത് അവർ വലിയ ജംബോ കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടുന്ന് പട്ടിക ഇങ്ങോട്ട് വിടും, അത് അങ്ങോട്ട് വിടും, അവിടുന്ന് ഇങ്ങോട്ട് വിടും. ആ സാധു അവിടെ ബീഹാറിൽ കടന്നു വെയിലും മഴയും കൊള്ളുകയാണ്. ഇവന്മാർ ഇവിടെ പിന്നെ ചുളി നീരാത്ത കതറിട്ടിട്ടാണ് ഈ കേക്കച്ചൻ നടക്കുന്നത്. 2000, 2500, 3000 രൂപേൻ്റെ ഷർട്ടാണ് അവന് 100 കാശിന് കയറ്റിണ്ടായിരുന്നു. നമ്മുടെ കോൺഗ്രസ് വരുമ്പോൾ 100 കാശിന് കയറ്റിണ്ടായിരുന്നു അവന്. ഏതോ ഒരു ചെട്ടി കമ്പനി നടത്തി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ടാണ് അവൻ പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അവനെ പിടിച്ച് എല്ലാവരും കൂടെ കൊണ്ട് നടന്ന് ഈ കോലത്തിലാക്കി. ഇപ്പൊ പയ്യന്മാർ വന്നാൽ അവന് പറ്റില്ല.
പിന്നെ അവനെ ആരെ പറ്റുന്നത്? അവന് പയ്യനുണ്ടെങ്കിൽ അവൻ കോൺഗ്രസിൽ വന്നാൽ അവനെ ബാക്കിയുള്ളവർ കൂടെ പിടിച്ച് കൂടെ നിർത്തി ചെയ്യണ്ടേ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് സാറേ ഇതൊക്കെ? ഇവരൊക്കെ ആര് കേൾക്കാനാണ്? ഇവൻ പറയുന്നൊന്നും ഒരു മനുഷ്യൻ കേൾക്കൂല കേട്ടോ. ഈ രാഹുലിനെതിരെ ഇവന്മാര് കെട്ടിയിറക്കിയ ഒരു 4-5 യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെങ്ങനെയുണ്ട് സാറേ? കേക്കച്ചൻ പറയുന്നത് കേട്ടല്ലേ ഇവന്മാര് നടക്കണത്. നമ്മുടെ രാവിലെ 40 ദിവസം അവിടെ കിടന്നു. ഈ 40 ദിവസം ഈ പിന്നെ പയ്യനെ അവിടെ വീട്ടിലിറക്കിയിട്ട് ഇവൻ എന്തെങ്കിലും നിയമസഭയിൽ പറയുന്ന സാറ് കേട്ടോ? മാപ്പ് പറഞ്ഞ് മെഴുകി സസ്പെൻഷൻ മേടിച്ചിറങ്ങി വന്നില്ലേ 3-4 MLA-മാർക്ക്? എല്ലാം ഇവൻ ഉണ്ടാക്കും. ആര്? ഇവൻ പോയാൽ എല്ലാം ഇവരുണ്ടാക്കും. കാരണം ഇവന് പ്രതിപക്ഷ നേതാവെന്നുണ്ട് സംസാരിക്കുന്നില്ലല്ലോ സാറേ. എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നുണ്ടോ? ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇക്കയുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഒരു പ്രതിപക്ഷം ഉണ്ടോ? പ്രതിപക്ഷം ഇല്ല സാറേ. ഈ പയ്യന്മാരല്ല. ഇവൻ ഇപ്പൊ രാഹുലും കൂടി ഇല്ല. ഈ സാപ്പി നമ്മുടെ MP ആയിട്ട് പോയി. അല്ലെങ്കിൽ ഇവന്മാർ രണ്ടാളും കൂടി ഉണ്ടെങ്കിൽ കേക്കത്തിന് ഒന്നുമല്ല നിയമസഭയിൽ. ഇവൻ എന്തെങ്കിലും സംസാരിക്കാൻ സമ്മതിക്കുന്നുണ്ടോ? ഇവനപ്പോ എവിടെ നിർത്തിക്കുന്നത്? ഇവർക്ക് ഇരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? 50 മീറ്റർ അകലെയാണ് പിന്നെ സീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇവൻ പറഞ്ഞ് ചെയ്യിക്കല്ലേ? ഈ കേക്കറ്റും പറഞ്ഞ് ചെയ്യിക്കല്ലേ? ഇവനെ മുന്നിൽ കൊടുന്ന് ഇരുത്തണ്ടേ? അല്ലെങ്കിൽ ഇവന് ഇരിക്കുന്നിടത്ത് തൊട്ട് പുറയിൽ കസാലയിൽ ഇരുത്തണ്ടേ? 50 മീറ്റർ അപ്പുറത്താണ് ഇവൻ നിയമസഭയിൽ ഇരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇതെന്തിനാണ് ഇവനെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്? ഈ പയ്യൻ എന്ത് ചെയ്ത്? ഇനിയിപ്പോൾ അങ്ങനെ പിള്ളേരും കുട്ടിയൊക്കെ ഉണ്ട് ഒരു പെണ്ണിന് വിചാരിച്ചോളൂ. ഇപ്പം കല്യാണം കഴിച്ചില്ല. അവന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ അമ്മ ഡീസൻ്റായിട്ട് അവനെ സ്വീകരിക്കും. ഇവൻ എന്ത് വിചാരിച്ചിട്ടാണ് ഇവനെ സസ്പെൻഡ് ചെയ്ത്? ഇവൻ്റെ എല്ലാ പദവിയും സസ്പെൻഡ് ചെയ്തിട്ട് ഇവനെന്താ കിട്ടാൻ പോകണത് ഈ കേക്കച്ചന്? അല്ല, ഈ കേക്കച്ചനെ കുറിച്ച് ഇവന്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന അവന്റെ ഭാര്യ വന്ന് ഇവനെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? എന്നിട്ട് ഇവനെ ഈ കോൺഗ്രസ് പാർട്ടിക്കാരും അതിനൊരു അന്വേഷണം വേണമെന്നോ ഇവനോട് ഇത്രയും വൃത്തികെട്ടോ പുറത്തു പോകാനോ ആരും പറയാത്ത എന്തുകൊണ്ടാ? മൊബൈലിൽ TV-യിലൊക്കെ കണ്ടുകൊണ്ടിരിക്കല്ലോ നമ്മൾ ആ പെണ്ണ് പറഞ്ഞാന്ന് ആരൊക്കെ പെണ്ണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവൻ ആരും ഒന്നും പറയുന്നില്ലല്ലോ സാറേ. ഇവനാരും ഒന്നും പറയാനില്ല. ഇപ്പൊ കേക്കച്ചന് ഇങ്ങനെ PR പരിപാടി, അതായത് പബ്ലിസിറ്റി പരിപാടി ചെയ്യുന്ന കണ്ടോ? അതായത് പൈസ കൊടുത്തിട്ട് ഇവന്റെ ഇന്റർവ്യൂ നടത്തിക്കുക, ഇവൻ ഭയങ്കര സംഭവമാന്ന് പറയുക, ഇവൻ കവറൊക്കെ ഇട്ട് യന്ത്രൻ പോകുന്നത് പോലെ നടന്നു പോകുന്നത് സ്ലോ മോഷനിൽ കാണിക്കുക, ഇങ്ങനെയുള്ള പരസ്യ പരിപാടിയൊക്കെ ഇവൻ എന്തോ സംഭവമാണെന്നും പറഞ്ഞ് 24 നിയമസഭയില് അൻവർ പറഞ്ഞില്ലേ? പിന്നെ മീൻ വണ്ടിയിലാണ് 30 കോടിയോ 100 കോടിയോ ഏറ്റവും വന്നെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഇവന്റെ കൈക്കലുണ്ടാവും. അപ്പൊ ഇവന് ഏത് പിന്നെ മാധ്യമങ്ങളെയും വിലക്കെടുത്തോളൂ സാറേ. ഇവൻ ആ PR വർക്ക് ജയിക്കല്ലേ? കാശ് കൊടുത്ത് ജയിക്കല്ലേ? അല്ലാതെ ഇവന് 4 ആൾ എവിടെയെങ്കിലും കൊടുത്താ ഇപ്പൊ വേണ്ട. തിരുവനന്തപുരത്ത് മിന്നാണ് ഇപ്പൊ രാവിലും ഇവനും കൂടെ ഉള്ള കച്ചറ കണ്ടങ്ങൾ നമ്മുടെ വീട്ടിൽ കൂടെ ഒക്കെ നോക്കി മരുന്നൊക്കെ കൊണ്ടുവരുന്നില്ലേ? അസവർ കേസ്. പെണ്ണുങ്ങൾ മുഴുവൻ പിന്നെ രാവിലിനെ പിടിച്ച് അവന്റെ തോളിൽ പിടിച്ച് തട്ടലും മുട്ടലും. ഇവൻ ചെന്നിട്ട് ആരെങ്കിലും മൈൻഡ് ചെയ്തവനെ? കേക്കച്ചൻ ആരെങ്കിലും മൈൻഡ് ചെയ്തോ? ഇതൊക്കെ കാണുമ്പോഴല്ലേ ഇവന് സഹിക്കാൻ വയ്യാത്തത്? ഇവന് സഹിക്കാൻ വയ്യെങ്കിൽ ഇപ്പം കേരളത്തിൽ പിന്നെ എന്നാ പറയണേ? നമ്മുടെ ഒരു പാർട്ടിയല്ലേ സാറേ? നമ്മുടെ പയ്യന്മാരെ എത്ര ആൾ പോലീസ് പിടിച്ചുകൊണ്ടുപോകണം. ഇപ്പം എവിടെയെങ്കിലും പോയിട്ട് എൻ്റെ പയ്യനാണ് എൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞാൽ ആ സുധാകരൻ പറഞ്ഞുകൊണ്ടിരുന്ന അയാളെയും ഒഴിവാക്കിയപ്പോൾ ഇപ്പം അത് KPCC കൊടുത്തിട്ട് അയാളെ അഡ്രസ്സേ കാണുന്നില്ല. ഇപ്പൊ കുറെ ദിവസമായിട്ട് ആളെ ഒരു അസുഖം കാണുന്നതല്ലേ മിണ്ടുന്നില്ല. ആളെങ്ങനെയുണ്ട്? പുതിയ KPCC പ്രസിഡന്റ് എങ്ങനെയുണ്ട് കൊണ്ടുവച്ചേക്കുന്നത്? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മുണ്ടും വർത്തമാനം പറയുന്നത് കേൾക്കണില്ലല്ലോ സാറേ. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് സുധാകരൻ പറഞ്ഞ മാർക്ക് എൻ്റെ പയ്യനാണ് ഞാൻ അവനെ കൊണ്ടേ പോകുമെന്ന് പറയാൻ ധൈര്യം ഉണ്ടോ സാറേ ഇവർക്കാർക്കെങ്കിലും? കണ്ണൂർ സുധാകരൻ പറഞ്ഞ ഒരു വാക്ക് പറയാൻ ഇന്ന് ഇവർ ഈ രാഹുലും സാപ്പിയല്ല ഇവർ 3 ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവരാരാ പറയുന്നത്? എല്ലാവരും ഗാന്ധിയന്മാരാണ്. ഗാന്ധിയന്മാരായിട്ടൊന്നും കാര്യമില്ല സാറേ. കാര്യം പറയുന്നവർക്ക് പറയണ്ടേ? ആരെങ്കിലും പറയണ്ട. ഇവൻ എന്തിനു പ്രതിപക്ഷ നേതാവ്? നമുക്കിപ്പം പ്രതിപക്ഷ നേതാവല്ലോ സാറേ. ഞാനിവനെ ഒന്നുമായിട്ട് കാണുന്നില്ല. കാരണം ഈ പിള്ളേരെ കൂട്ടിപ്പിടിക്കാത്ത ഒരാളെ നമുക്ക് ഇഷ്ടമല്ല. ഇത് ആരെ കൊണ്ടെന്ന് നിർത്തിയിട്ടും കാര്യമില്ല. ഇപ്പൊ നമ്മുടെ പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ഇപ്പം മലപ്പുറത്ത് എന്തെല്ലാം പറയുന്നു. ഇപ്പം പ്രതിപക്ഷ നേതാവ് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ കുഞ്ഞാലിക്കുട്ടി? എത്ര ആൾ പറഞ്ഞു സാറേ? എത്ര ആൾ പറഞ്ഞു? സാറിപ്പോൾ കേൾക്കണില്ല ഇതൊക്കെ പറയുന്നത്? ഈ ആൾക്കാർ പറയുന്ന കേൾക്കില്ല. ഇവിടെ നാണുണ്ട്. ഇവൻ എന്നോ രാജ്യത്ത് ഒഴിവായി പോകേണ്ടതിന് അവൻ മാർക്സിസ്റ്റ് പാർട്ടി പോയിക്കോട്ടെ. അവൻ അവിടെ മന്ത്രി എന്തെങ്കിലും ആയിക്കോട്ടെ. ജയിക്കുകയാണെങ്കിൽ തോൽക്കുകയാണെങ്കിൽ അവൻ തോറ്റു പോയിക്കോട്ടെ. ഈ കോൺഗ്രസ്സുകാർ എന്തിനു ഇത്ര ഇറങ്ങാറാക്കുന്നത്? ഇവ ഇന്ന് രാജ്യത്ത് നാളെ ഇവിടെ ഈ അടുത്ത 6 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റും ഒരു 100 സീറ്റിൻ്റെ അടുത്ത് പിന്നെ ഇവിടെ UDF ജയിക്കും. ഇവൻ പ്രതിപക്ഷ നേതാവാകാൻ പാടില്ല. ഈ പിള്ളേരൊക്കെ ചീത്ത പറഞ്ഞ് നിർത്തിയിട്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.